Hello everyone, welcome back to Xylem, welcome back to the world of English. ഇന്ന് ഞാൻ നിങ്ങളെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And I would like to call this session Grammar Snippets. എന്താണ് ഗ്രാമർ സ്നിപ്പറ്റ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഇംഗ്ലീഷ് 80 മാർക്കിൻ്റെ ഒരു പേപ്പറാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ, അതിലെ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി മാത്രം പഠിച്ചാൽ, അതിലെ അപ്രിസിയേഷൻ മാത്രം എഴുതി പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് A+ സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾ ഒരു കാര്യത്തിൽ കൂടെ സ്ട്രോങ് ആയാൽ മാത്രമേ ആ മാജിക് നമ്പറിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ഗ്രാമർ. പല ആൾക്കാർക്കും ഗ്രാമർ എന്ന് പറയുന്ന സമയത്ത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഗ്രാമർ പഠിക്കാൻ തയ്യാറാവുന്നില്ല. നമ്മളിതൊക്കെ കഴിഞ്ഞ് പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പൊക്കെയാണ് നമ്മൾ ഗ്രാമറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല. നിങ്ങൾ അപ്പോൾ ടെൻഷനാവും, സ്വാഭാവികമാണ്. അപ്പോൾ അതിന് എന്താണ് ഒരു സൊല്യൂഷൻ? സിമ്പിളാണ്. നമ്മൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കുന്നത് കൂടെ തന്നെ നമ്മൾ എന്തുകൂടെ പഠിച്ചു പോകുന്നു, അതുമായി ബന്ധപ്പെട്ട ഗ്രാമർ ചോദ്യങ്ങൾ കൂടെ പഠിച്ചു പോകുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിലെ ഒരു പ്രീവിയസ് ഇയർ ഗ്രാമർ ക്വസ്റ്റ്യനെ കൃത്യമായി അനലൈസ് ചെയ്യുന്നു. എങ്ങനെയാണ് അത്തരം ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ആ ചോദ്യങ്ങളെ ടാക്കിൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിർബന്ധമായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ വന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, റൈറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ഹിയർ കംസ് ദ ക്വസ്റ്റ്യൻ. 2022 ആനുവൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. And before you're jumping into the answer, I want you to concentrate on the question. I want you to read the question thoroughly and understand what all things are asked. എന്തൊക്കെയാണ് ചോദിച്ചത് എന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ സ്റ്റെപ്പ് 1 അത് തന്നെയാണ്. നോക്കൂ, ഇതൊരു കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ ബോയ് ആൻഡ് ഗ്രാൻഡ് മദർ. രണ്ട് ക്യാരക്ടേഴ്സും അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിലെ ക്യാരക്ടേഴ്സാണ്. സോ ബോയ് ഇവിടെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാ. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: യു ഡിഡ്ന്റ് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ. നിങ്ങൾ ഗാർഡനിലെ ഫൈറ്റ് കണ്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഇവിടെ ഒരു കോമ ഇടുന്നു. നിങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നു. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഇവിടെ ഒരു കോമയാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്, എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. സോ അവിടെ എന്തോ ഒന്ന് ഫില്ല് ചെയ്യണം. ദെൻ രണ്ടാമത്തത്, ഗ്രാൻഡ് മദർ അതിന് ഉത്തരമായിട്ട് പറയുന്നു നോ ഡിയർ, ഇല്ല ചെക്ക എന്ന് പറയുന്നു. എന്നിട്ട് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. എന്നിട്ട് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. സാർക്ക് എങ്ങനെയാണ് മനസ്സിലായത് സാറേ ഇത് ക്വസ്റ്റ്യൻ ആണെന്നാ? ബിക്കോസ് that sentence ends with a question mark. And അടുത്തതോ ബോയ് അതിന് ഉത്തരം കൊടുക്കുന്നു. എന്താണ്? I saw the fight between a mongoose and a cobra. I saw, ഞാൻ കണ്ടു. എന്ത് കണ്ടടാ? ഒരു കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് കണ്ടു. ഫൈൻ. ഗ്രാൻഡ് മദർ വീണ്ടും എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എന്തുകൊണ്ട് മനസ്സിലായി? ക്വസ്റ്റ്യൻ മാർക്കിലാണ് സാർ അത് അവസാനിക്കുന്നത്. ബോയ് ഉത്തരം പറയുന്നു യെസ് ഓർ യാ ദ കോബ്ര വാസ് കിൽഡ്. അതെ, കോബ്ര കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ഗ്രാൻഡ് മദർ പറയുന്നു ഇഫ് ദ മംഗൂസ് ഹാഡ് നോട്ട് കിൽഡ് ദ കോബ്ര, മംഗൂസ് കോബ്രയെ കൊന്നില്ലായിരുന്നു എങ്കിൽ, അല്ലേ? ഇഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ. ഇവിടെ അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അതൊരു ക്വസ്റ്റ്യൻ അല്ല, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അടുത്തത് ബോയ് പറയുന്നു ദ മംഗൂസ് ഡിഡ് ഇറ്റ് ഫോർ അസ്. മംഗൂസ് നമുക്ക് വേണ്ടി അത് ചെയ്തു. ദ മംഗൂസ് ഡിഡ് ഇറ്റ് ഫോർ അസ്. സോ ഇതാണ് ചോദ്യം. ഈ ചോദ്യം നിങ്ങൾ 4 കൃത്യമായി ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടിയേനെ. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, യെസ്. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യു ഡിഡ്ന്റ് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ. നോക്കൂ, ഇത് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് എനിക്ക് മനസ്സിലാവണം. ആദ്യത്തെ റൂൾ അതാണ്. കാരണം ഒരു സെൻറ്റൻസ് കഴിഞ്ഞ് ഒരു കോമ തന്ന് ഒരു സ്പേസും ഒരു ക്വസ്റ്റ്യൻ മാർക്കും തന്നാൽ അത് ക്വസ്റ്റ്യൻ ടാഗാണ്. അത് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗാണ്. സോ എന്താണ് ക്വസ്റ്റ്യൻ ടാഗിൽ നിങ്ങളോട് ചോദിച്ച ചോദ്യം? യു ഡിഡ്ന്റ് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ. യു ഡിഡ്ന്റ് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ. ഇതാണ് ചോദ്യം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗിന് 3 റൂൾസേ ഉള്ളൂ. റൂൾ നമ്പർ 1, തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വേർബ് നിങ്ങൾ എടുത്തെഴുതുക. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വേർബ് എടുത്തെഴുതുക. നമുക്കറിയാം ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വേർബ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വർ,
do, does, did, has, have, had, will, would, shall, should, can, could, may, might, must, used to, need to, dare to, ought to. പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചോളണം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഇതിൽ തന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ അടുത്തതായിട്ട് ചെക്ക് ചെയ്യുന്നത്. യെസ്, ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. അതേതാണ്? ഡിഡ് ആണ്. സോ ഞാൻ ഡിഡ് എന്ന ഓക്സിലറി വെർബ് പുറത്തേക്ക് എടുത്ത് എഴുതുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഓക്സിലറി വേർബിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യണം, N'. ഇനി നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ സെൻറ്റൻസ് എങ്ങനെയാണ് സാർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുന്നത്? നമുക്കറിയാം സാർ, നമ്മളിത് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സെൻറ്റൻസിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കും, നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, ഇവിടെ N', നോട്ട് എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിഡിൻ്റെ കൂടെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ്, തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് എടുത്ത് എഴുതുക. നോക്കൂ, ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് യു ആണ്. അവിടെ അതൊരു പ്രോനൗൺ ആയതുകൊണ്ട് എനിക്കതിൽ മാറ്റമൊന്നും വരുത്തണ്ട. നേരെ മറിച്ച് അത് രാജു എന്നായിരുന്നെങ്കിൽ ഞാൻ ഹി എന്നാക്കിയേനെ, രാധ എന്നായിരുന്നെങ്കിൽ ഞാൻ ഷി എന്നാക്കിയേനെ. ഇവിടെ യു എന്ന പ്രോനൗൺ വന്നതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്തെഴുതുന്നു. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഡിഡ് യു ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഡിഡ് യു ആണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിഡ് യു ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വാ നിങ്ങൾ. നോ ഡിയർ, ഇവിടെ ഒരു സ്പേസ്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, സാർ ഇത് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ? കാരണം സാറല്ലേ പറഞ്ഞതാ ഇവിടെ ഒരു സെൻറ്റൻസ് വരുന്നു, ഒരു സ്പേസ് വരുന്നു, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നു. അല്ല. ഒന്നാമത്തെ കാര്യം, നോ ഡിയർ എന്നുള്ളത് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ല. രണ്ടാമത്തെ കാര്യം, നോ ഡിയർ കഴിഞ്ഞിട്ട് ഇവിടെ എന്തുണ്ടാ? ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടും അത് ക്വസ്റ്റ്യൻ ടാഗ് അല്ല, അത് പിന്നെ എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വാട്ട്, വൈ, വേർ, വിച്ച്, വെൻ, ഹൂ, ഹൗ എന്നീ വേർഡ്, അല്ലെങ്കിൽ ഹൗ ലോങ്, ഹൗ ഫാർ, ഈ വേർഡ്സിലൊക്കെ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കും. എന്നാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ഉത്തരം യെസ് എന്നും നോ എന്നും ആയിരിക്കും. ആ ചോദ്യം തുടങ്ങുന്നത് ഒരു ഓക്സിലറി വെർബിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈസ് ദാറ്റ് യുവർ ഫ്രണ്ട്? അത് നിന്റെ ഫ്രണ്ട് ആണോ? യെസ്. ഹാവ് യു റീച്ച്ഡ് ദർ? നീ അവിടെ എത്തിയോ? യെസ്. നീ അവിടെ എത്തിയോ? യെസ്. സോ ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇതിലേത് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിക്കേണ്ടത് എന്നാണ് എൻ്റെ അടുത്ത കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ ഉത്തരം വായിച്ചു നോക്കുന്നു. സർ, ഉത്തരം എന്താണ്? ഞാൻ കണ്ടു എ ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര. സോ ഒബ്വിയസ്ലി ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനൊരു ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് എന്നതാണ് നമ്മുടെ ചിന്ത. ഇങ്ങനൊരു ചോദ്യം കിട്ടണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യം ഇതാണ്, വാട്ട് ഹാപ്പൻ? എന്ത് സംഭവിച്ചു? എന്താണ്? വാട്ട് ഹാപ്പൻ? എന്ത് സംഭവിച്ചു? ഈ ചോദ്യം കറക്റ്റാണ്. എന്നാൽ ഒരു ചോദ്യം കൂടെ അവിടെ പോസിബിൾ ആണ്. നമുക്ക് അതിലേക്ക് വരാം. നോക്കൂ, എന്താണ് നിങ്ങളുടെ ആൻസർ? ഐ സോ ദ ഫൈറ്റ്. ഐ സോ ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. ഞാൻ കണ്ടത് കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നീ എന്താണ് കണ്ടത് എന്ന് ചോദിച്ചാലും ഇവിടെ ഉത്തരം എന്താണ്? അപ്രോപ്രിയേറ്റ് ആണ്, അനുയോജ്യമാണ്. സോ നീ എന്താണ് കണ്ടത് എങ്ങനെ ചോദിക്കും? നോക്കൂ, എന്താണ് എന്നതിനുള്ള ക്വസ്റ്റ്യൻ വേർഡ് വോട്ടാണ്. എന്താണ്? വോട്ടാണ്. WH ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വോട്ടാണ്. അടുത്തത്, ഒരു WH ക്വസ്റ്റ്യൻ വേർഡിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് WH ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് എന്നാണ്. സോ ഇവിടെ എനിക്ക് വാട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഒരു ഓക്സിലറി വേർബ് വേണം. ആ ഓക്സിലറി വേർബ് ചുമ്മാ എനിക്ക് തോന്നിയതുപോലെ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ എവിടെ നിന്ന് എടുക്കണം സാർ ഓക്സിലറി വേർബ്? ആ ഓക്സിലറി വേർബ് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത് ഈ വേർബ് എന്നാണ്. ഏത് വേർബ് എന്നാണ്? സോ എന്ന് പറഞ്ഞ വേർബ് എന്നാണ്. ഈ സോ എന്ന വേർബിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് സി. ഡിഡ് പ്ലസ് സി ആണെന്ത്? സോ. ഡിഡ് പ്ലസ് സി ആണെന്ത്? സോ. സോ ഞാൻ വാട്ട് കഴിഞ്ഞ് ഇവിടെ ചേർക്കുന്ന ഓക്സിലറി വേർബ് എന്താണ്? വാട്ട് ഡിഡ് എന്നാണ്. നീ എന്താണ് എന്നാണ് അല്ലേ? സബ്ജക്റ്റ് എന്താണ്? യു ആണ്. വാട്ട് ഡിഡ് യു. നോക്കൂ, എനിക്ക് എന്തൊക്കെ വന്നു? WH ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്, ഓക്സിലറി വേർബ് ഡിഡ്, സബ്ജക്റ്റ് യു. ബാക്കിയുള്ള വേർബ് എന്താണ്? നീ എന്താണ് കണ്ടത് എന്നാണ്. സോയിൽ നിന്ന് ഞാൻ ഡിഡ് ഓൾറെഡി പുറത്തെടുത്ത് കഴിഞ്ഞു. ബാക്കിയുള്ളത് എന്ത് മാത്രമാണ്? വാട്ട്
did you see? So ഈ ആൻസറും അപ്രോപ്രിയേറ്റ് ആണ്. ഈ രീതിയിൽ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കണം. എന്തിനാണ് സാർ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്? കാരണം ഇത് ഇങ്ങനെ ആലോചിച്ച് ഈ രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്യാൻ സമയമെടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടി. എന്താണ്? വാട്ട് ഹാപ്പൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? വാട്ട് ഡിഡ് യു സീ എന്ന് ചോദിക്കാം. അതെങ്ങനെയാണ് ചോദിച്ചത്, എങ്ങനെയാണ് കിട്ടിയത് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ മുന്നോട്ട് പോകുന്നു. ഗ്രാൻഡ് മദർ ഡാഷ് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഉത്തരം ഇതാണ്, യാ ദ കോബ്ര വാസ് കിൽഡ്. അതെ, കോബ്ര കൊല്ലപ്പെട്ടു. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ്സിലാണ്. യാ എന്ന് പറഞ്ഞാൽ യെസ്സിലാണ് ആരംഭിക്കുന്നത്. സോ ഒരു സംശയവും വേണ്ട. മൂന്നാമത്തെ സി എന്ന് പറയുന്നത് ഒരു WH ക്വസ്റ്റ്യൻ അല്ല, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്തുണ്ട്? ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നമുക്കറിയാം. എന്താണ് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ്? ആദ്യം ഒരു ഓക്സിലറി വേർബ് വേണം, പിന്നെ ഒരു സബ്ജക്റ്റ് വേണം, പിന്നെ ഒരു വേർബ് വേണം. ഇതാണ് ഫോർമാറ്റ്. ഫോർ എക്സാമ്പിൾ, ആർ യു ക്രൈങ്? ഫോർ എക്സാമ്പിൾ, ആർ യു ക്രൈങ്? നിങ്ങളിതൊന്ന് നോക്കിയേ. ആർ എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്, യു എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്, ക്രൈങ് എന്ന് പറഞ്ഞാൽ വേർബാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് വേറെ വേർഡ്സ് ഒക്കെ വരാം. ഫോർ എക്സാമ്പിൾ, ആർ യു ഗോയിങ് ടു മുംബൈ? അങ്ങനെയൊക്കെ വരാം. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങളുടെ ഉത്തരം എന്താണ്? ദ കോബ്ര വാസ് കിൽഡ്. കോബ്ര കൊല്ലപ്പെട്ടു. അപ്പോൾ അതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താണ്? കോബ്ര കൊല്ലപ്പെട്ടോ എന്നല്ലേ. അപ്പോൾ എനിക്ക് ആദ്യം എന്ത് വേണം? എനിക്ക് ആദ്യം ഓക്സിലറി വേർബ് വേണം. എന്ത് വേണം? ഓക്സിലറി വേർബ് വേണം. ഞാൻ എവിടുന്ന് ഓക്സിലറി വേർബ് എടുക്കുക? 24 ഓക്സിലറി വേർബ്സ് ഇല്ലേ സർ? ആൻസർ നോക്കിയാൽ മതി സർ. ആൻസറിൽ ഏത് ഓക്സിലറി വേർബ് ഉണ്ടാ? വോസ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബ് ഉണ്ടാ. സോ എൻ്റെ ആൻസർ തുടങ്ങുന്നത് എന്ത് വെച്ചിട്ടാണ്? വോസ് വെച്ചിട്ടാണ്. അടുത്തത് എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞത്? സബ്ജക്റ്റ് വേണം. ഇവിടെ കോബ്ര കൊല്ലപ്പെട്ടോ എന്നാണ് ചോദിക്കേണ്ടത്. സോ എൻ്റെ സബ്ജക്റ്റ് വാസ് ദ കോബ്ര എന്നുള്ളതാണ്. അടുത്തത് വേർബാണ്. ഇവിടെ തന്നെ വേർബ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കിൽഡ്. സോ ദ ആൻസർ ഈസ് വാസ് ദ കോബ്ര കിൽഡ്. സോ ഇഫ് യു ആസ്ക് മീ സർ, WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനോ എളുപ്പം? ആൻസർ ഈസ് WH ക്വസ്റ്റ്യൻ അല്ല, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അടുത്തത്, ദാറ്റ് ബ്രിങ്സ് us to the last question. നോക്കൂ, if the mongoose had not killed the cobra dash. ഇതൊരു ഇഫ് ക്ലോസ് ആണ്. ഇതെന്താണ്? ഇതൊരു ഇഫ് ക്ലോസ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഇഫ് ക്ലോസ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക എന്നൊന്ന് നോക്കിയിട്ട് വരാം. ഇഫ് ക്ലോസ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ അതിനെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ തയ്യാറാവണം. നിങ്ങൾ നോക്കൂ, ഈ ഒരൊറ്റ ബോക്സ് വെച്ചിട്ട് നമുക്ക് ഈ ഇഫ് ക്ലോസിനെ മെരുക്കാം. എങ്ങനെയാണെന്നല്ലേ, ഞാൻ ആദ്യം ഇവിടെ 2 ബോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇഫ് ക്ലോസ് ആണ്, മറ്റൊന്ന് മെയിൻ ക്ലോസ് ആണ്. ഇതെന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ ഇവിടെ ഒരു സെൻറ്റൻസ് പറയുന്നു, ഇഫ് യു സ്റ്റഡി വെൽ. ഇവിടെ ഇഫ് ഉള്ള ഒരു ക്ലോസ് ഉണ്ട്, അതിനെയാണ് ഞാൻ ഇഫ് ക്ലോസ് എന്ന് വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് യു വിൽ പാസ് എന്ന് പറഞ്ഞ മറ്റൊരു ക്ലോസ് ഉണ്ട്, അതിന് ഇഫ് ഇല്ല, അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നു. സോ ഒരു കണ്ടീഷണൽ സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു ഇഫ് ക്ലോസിൽ 2 പാർട്ട് ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് ഇഫ് ക്ലോസ് ആണ്, മറ്റൊന്ന് മെയിൻ ക്ലോസ് ആണ്. ഇനി ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വരണം. ഇതാണ് റൂള്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇഫ് ക്ലോസിൽ V1, ഇഫ് യു സ്റ്റഡി വെൽ, അതൊരു V1 ആണല്ലോ. അത് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് എന്ത് വരണം? മെയിൻ ക്ലോസിൽ എന്ത് വരണം? വിൽ പ്ലസ് V1 വരണം. യു വിൽ പാസ്. ഇത്രയേ ഉള്ളൂ റൂള്. അടുത്തത്, ഇഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വരണം. വുഡ് പ്ലസ് V2 അല്ല, വുഡ് പ്ലസ് V1 വരണം. ഫോർ എക്സാമ്പിൾ, ഇതാ ഇഫ് യു സ്റ്റഡീഡ് വെൽ, ഇഫ് ക്ലോസിൽ V2 വന്നു, സ്റ്റഡീഡ് വന്നു, V2 ആണ്. അപ്പോൾ അപ്പുറത്ത് മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് പ്ലസ് V1 വരണം. വുഡ് പ്ലസ് V1 വരണം. ആൻഡ് ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ, എന്ത് വന്നാൽ? ഹാഡ് പ്ലസ് വേർബിൻ്റെ 3rd ഫോം വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരും. നിങ്ങൾ കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇവിടെ ഹാഡ് സ്റ്റഡീഡ് എന്നാണ് വന്നത്. ഇഫ് ക്ലോസിൽ എന്താ വന്നത്? വേർബ് ഹാഡ് സ്റ്റഡീഡ്, ഹാഡ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാഡ് സ്റ്റഡീഡാ. അപ്പം മെയിൻ ക്ലോസിൽ എന്ത് വന്നു? വുഡ് ഹാവ്. അതവിടെ പെർമനൻ്റ് ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, V3, വുഡ് ഹാവ് പ്ലസ് V3 വന്നു. ഈ ഫോമുല അല്ലെങ്കിൽ ഈ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ SSLC പരീക്ഷ കഴിയുന്നത് വരെ ഈ ടേബിൾ, ഈ സ്ക്രീൻ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വേണം.
ഇഫ് ദ മംഗൂസ് ഹാഡ് നോട്ട് കിൽഡ് ദ കോബ്ര. ഇനി പറ നിങ്ങളോട്, ഇത് ഞാൻ പറയുന്നു, ഇതിന് ഞാൻ ടൈപ്പ് 1 എന്ന് കൊടുക്കുന്നു, ഇതിന് ഞാൻ ടൈപ്പ് 2 എന്ന് കൊടുക്കുന്നു, ഇതിന് ഞാൻ ടൈപ്പ് 3 എന്ന് കൊടുക്കുന്നു. നിങ്ങൾ പറ, നമ്മുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് 1 ആണോ 2 ആണോ 3 ആണോ? ഒരു സംശയമില്ല, നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇഫ് ദ മംഗൂസ് ഹാഡ് പ്ലസ് V3. ഇഫ് ദ മംഗൂസ് ഇവിടെ എന്താ വന്നത്? ഹാഡ് പ്ലസ് നോട്ട് പ്ലസ് V3. ഒരു നോട്ട് അതിന് നടുക്ക് വന്നു എന്നല്ലാതെ ഫോർമാറ്റ് ചെയ്ത് തന്നെയാണ് ഹാഡ് പ്ലസ് V3 തന്നെയാണ്. നോട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. സോ ഇഫ് ദ മംഗൂസ് ഹാഡ് നോട്ട് കിൽഡ് ദ കോബ്ര, മംഗൂസ് കോബ്രയെ കൊന്നില്ലായിരുന്നെങ്കിൽ, അപ്പോൾ എനിക്ക് മെയിൻ ക്ലോസ് ആണ് എഴുതാൻ പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് തന്നത് ഇഫ് ക്ലോസ് ആണ്. എന്ത് എഴുതാൻ പറയുന്നു? മെയിൻ ക്ലോസ് എഴുതാൻ പറയുന്നു. സോ മെയിൻ ക്ലോസിൽ നിങ്ങളൊരു ഫോർമാറ്റ് ഫോളോ ചെയ്യണം. എന്താണ്? വുഡ് ഹാവ് പ്ലസ് V3. എന്താണ്? വുഡ് ഹാവ് പ്ലസ് V3. സോ ഇനി നിങ്ങൾ ലോജിക്കലി ആലോചിച്ചൊരു ഉത്തരം കണ്ടുപിടിച്ചേ. മംഗൂസ് കോബ്രയെ കൊന്നില്ലായിരുന്നെങ്കിൽ കോബ്ര നമ്മളെ, അല്ലെങ്കിൽ കോബ്ര നിന്നെ കടിക്കുമായിരുന്നു, കോബ്ര നമ്മളെ കടിക്കുമായിരുന്നു, കോബ്ര നമ്മളെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. എന്ത് വേണമെങ്കിലും എഴുതാം. നിങ്ങൾ കഥ വായിച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ എഴുതി തുടങ്ങുന്നു. ഇതിൻ്റെ ആൻസർ ഞാൻ എഴുതുന്നു. ദ കോബ്ര. എന്താണ്? ദ കോബ്ര. ഇനി ഇവിടെ എന്താണ്? വുഡ് ഹാവ്. അപ്പം ഞാൻ അത് തന്നെ എഴുതുന്നു. ദ കോബ്ര വുഡ് ഹാവ്. നോക്കൂ, ഇഫ് ക്ലോസിൽ നോട്ട് വന്നതുകൊണ്ട് മെയിൻ ക്ലോസിൽ നോട്ട് വരണം നിർബന്ധമൊന്നുമില്ല. വുഡ് ഹാവ് പ്ലസ് V3 വന്നാൽ മതി. സോ വുഡ് ഹാവ് കില്ല് അല്ലെങ്കിൽ അറ്റാക്കിൻ്റെ V3 എന്താണ്? അറ്റാക്ക്ഡ് എന്നാണ്. സോ വുഡ് ഹാവ് അറ്റാക്ക്ഡ് അസ്. കാര്യം മനസ്സിലായോ? നോക്കൂ, ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 2024 മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്കാണ്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്തത് ഒരു ക്വസ്റ്റ്യനെ വളരെ ബേസ് മുതൽ നമ്മൾ സംസാരിച്ചു തുടങ്ങി, എന്നിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. കാര്യം മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ. സോ കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ കാര്യം മനസ്സിലാവണോ എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഒരൊറ്റ കാര്യം കൂടെ, നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു എന്ന് നിങ്ങൾ അഹങ്കരിക്കുമ്പോഴും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ കൂടെ നിങ്ങളെ കമൻസിൻ്റെ കൂടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഞാനത് ചെക്ക് ചെയ്തോളാം. സോ ദിസ് ഈസ് നാസർ ഫാറുദ്ദീൻ സൈനിങ് ഓഫ്. താങ്ക് യു.